സാവൂള് ആ അനുസരണക്കേട് കാണിച്ചപ്പോ അവന്റെ അഭിഷേകം പോയി. പ്രിയപ്പെട്ടവരെ, സാവൂള് തന്റെ അഭിഷേകം പോയി എന്ന് അറിഞ്ഞിട്ടേയില്ല. നമ്മളുടെ അഭിഷേകം പോകുമ്പോൾ നമ്മൾ അറിയത്തില്ല. നമ്മളൊക്കെ അഭിഷക്തരാ. ഈ അഭിഷേകം എപ്പോഴാണ് നിൽക്കുന്നത്? ദൈവത്തിന്റെ വചനത്തിൽ ജീവിക്കുമ്പോ. ഈ അഭിഷേകം പോകുമ്പോ ഒട്ട് അറിയാനും പോകുന്നില്ല. സാംസന് അഭിഷേകം ഉണ്ടായിരുന്നു. സാംസൺ വലിയ ശക്തനായിരുന്നു. അവന്റെ ശക്തി കാരണം അവനെ പരാജയപ്പെടുത്തുവാൻ ആർക്കും സാധിച്ചില്ല. കാരണം അവന് അഭിഷേകമുണ്ട്. അന്ന് അവന്റെ അഭിഷേകത്തിന്റെ രഹസ്യം പഴയ നിയമമാണ്. എല്ലാവർക്കും ഇന്നും കേൾക്കും മനസ്സിലാകത്തില്ല. അവൻ മുടി നീട്ടി വെച്ചിരുന്നതാണ് അവന്റെ അഭിഷേകം. അത് ഒരു സ്ത്രീയുടെ മുമ്പിൽ അവൻ തന്നെ സമർപ്പിച്ചു. അവളോട് തന്റെ അഭിഷേകത്തിന്റെ രഹസ്യം പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ ഉറങ്ങിക്കിടന്നപ്പോ മുടി വെട്ടിക്കളഞ്ഞു. സാംസൺ അറിയുന്നില്ല അഭിഷേകം പോയെന്ന്. സാംസൺ നേരത്തെ അഭിഷേകം ഉള്ളപ്പം എവിടെ ഏത് തൂണെ പിടിച്ച് കുലുക്കിയാലും കുലുങ്ങുമായിരുന്നു. ഈ കെട്ടിടമൊക്കെ സാംസൺ കുലുക്കും. എന്നാൽ അഭിഷേകം പോയെന്ന് അറിയുന്നില്ല. അവൻ പിന്നെയും കുലുക്കാൻ നോക്കി, ഒന്നും കുലുങ്ങിയില്ല. അവൻ കുലുങ്ങിയത് മിച്ചം. ഇന്ന് പലപ്പോഴും പ്രാർത്ഥിക്കാൻ വരുന്നവരൊക്കെ കുലുങ്ങുന്നുണ്ട്. നമ്മൾ എത്ര കുലുങ്ങിയാലും അഭിഷേകമുണ്ടെന്ന് അതിന് തെളിവില്ല. സാംസൺ ദൈവത്തിന്റെ വചനം ധിക്കരിച്ചു, അനുസരണക്കേട് കാണിച്ചു. സാംസന്റെ അഭിഷേകം പോയി. പക്ഷെ അവൻ അറിഞ്ഞില്ല. സാവൂള് അനുസരണക്കേട് കാണിച്ചു, സാവൂളിന്റെ അഭിഷേകം പോയി. സാവൂൾ അറിയുന്നില്ല. അടുത്ത യുദ്ധം വരിക ഫിലിസ്തീയക്കാരുമായിട്ട്. അവിടെ ചെന്നപ്പോ കൊണ്ടുവരാ ഗൊലായത്ത് നിൽക്കുന്നു. ഗൊലായത്ത് എത്രയോ വലിയ മനുഷ്യനാണ്. അവന്റെ ഉയരവും അവന്റെ വണ്ണവും അവന്റെ തൂക്കവും അവൻ ധരിച്ചിരിക്കുന്ന കുപ്പായവും ആയുധങ്ങളും ഒക്കെ നിന്നാൽ അവനെ കണ്ടപ്പോഴേ അഭിഷക്തനായ സാവൂളും കൂട്ടരും ഒറ്റ ഓട്ടം ഓടി. ഹല്ലേലൂയ. അഭിഷേകമുള്ളവൻ ഭയന്നോടാറില്ല. ഹല്ലേലൂയ. അഭിഷേകമുണ്ടെങ്കിൽ ധൈര്യം കാണും. അഭിഷേകത്തിന്റെ വലിയ ലക്ഷണമാണ് ധൈര്യം. പത്രോസ്, പെന്തക്കോസ്തായ്ക്ക് മുമ്പുള്ള പത്രോസും പെന്തക്കോസ്ത കഴിഞ്ഞുള്ള പത്രോസിനും ഒരു മാറ്റമുണ്ട്, ഒരു വ്യത്യാസമുണ്ട്. പെന്തക്കോസ്തായ്ക്ക് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള പത്രോസ് ഒരു പെണ്ണിന്റെ മുമ്പിൽ ഭയന്ന് വിറച്ച് തന്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞവനാ. അതിന് മുമ്പ് അവൻ പറഞ്ഞു, കർത്താവേ, നിന്റെ കൂടെ ഞാൻ കാരാഗൃഹത്തിലും വരാം എന്ന് പറഞ്ഞവൻ യേശുവിനെ പിടിച്ചുകൊണ്ട് പോയപ്പം വളരെ സൗകര്യപൂർവം വചനം പറയുന്നു, അവൻ വളരെ അകലെയായിട്ട് യേശുവിനെ അനുഗമിച്ചു. എന്താണ് ഈ അകലെയായിട്ട് അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ? അതായത് യേശുവിന്റെ കൂടെ ഉള്ള ആളാണെന്ന് ആരും അറിയാതിരിക്കത്തക്കവണ്ണം വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ്. എന്നാൽ തന്റെ ഹൃദയത്തിൽ ഒരു സംതൃപ്തി, ഞാൻ യേശുവിന്റെ പിന്നാലെയാ പോകുന്നത്. ഇപ്പോൾ ഇവിടെ യേശുക്രിസ്തു ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ, നമ്മളൊക്കെ പത്രോസിന്റെ അവസ്ഥയിലാണെങ്കിൽ യേശുക്രിസ്തു പറയും, എന്റെ പിന്നാലെ വരികയും നമുക്ക് കോട്ടയത്തും പട്ടണത്തിലേക്ക് പോകാം. യേശു ഇവിടുന്ന് ഇറങ്ങി ഗേറ്റ് എല്ലാം കഴിഞ്ഞ് കഞ്ഞിക്കുഴി ചെല്ലുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. നമ്മുടെ ഹൃദയത്തിൽ ഒരു വിശ്വാസമുണ്ട്, യേശുവിന്റെ പിന്നാലെയാ പോകുന്നത്. നമുക്കൊരു സംതൃപ്തിയുണ്ട്, നമുക്കൊരു അനുഭവമുണ്ട്, കാരണം യേശുവിന്റെ പിന്നാലെയല്ലേ പോകുന്നത്. പക്ഷെ ലോകത്തിൽ ആരും അറിയാൻ പോകുന്നില്ല യേശുവിന്റെ കൂടെയാ പോകുന്നത്. ഇതാണ് പത്രോസ് കാണിച്ചത്. നമ്മുടെ ക്രിസ്തീയ ജീവിതം അങ്ങനെയാണോ? ഒരു മനുഷ്യനും അറിയാതെ യേശുവിനെ അനയിക്കുക, യേശുവിനെ പിൻചെല്ലുക. ഇതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് ഈ പത്രോസ് മറ്റുള്ളവരുടെ കൂടെ യേശുവിനെ ക്രൂശിക്കാൻ വിളിച്ചു പറഞ്ഞവരുടെ മധ്യത്തിൽ പോയി തീ കാഞ്ഞ് അവിടെ ഇരുന്നു. അവിടെ ഇരുന്ന് മൗനം പാലിക്കുക. മൗനം പാലിക്കുന്നതിന്റെ അർത്ഥം എന്താ? നമ്മളൊക്കെ പറയും മൗനം സമൂഹത്തിന്റെ ലക്ഷണമാണ്. അവൻ ഇരുന്ന് തീ കായുമ്പം ചുറ്റുമുള്ളവൻ പറയുന്നു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ഇവൻ മൗനം പാലിക്കുന്നു. അതായത് ഞാനും സമ്മതിച്ചിരിക്കുന്നു, ആമേൻ.
പ്രിയപ്പെട്ടവരെ, അഭിഷേകമില്ലെങ്കിൽ യേശുവിനെ ഞാനും നിങ്ങളും മൗനത്തിലൂടെ തള്ളി പറയും. ലോകത്തിന്റെ മധ്യത്തില് യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ എന്ന് ഏറ്റു പറയാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട് ഇവിടെ? എത്ര പേർ എന്നെ കാണുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് സാധിക്കും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നോട് ഞാൻ ചോദിക്കും, ടെലിവിഷനിലൂടെ യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ എന്ന് ലോകം മുഴുവൻ അറിയത്തക്കോണം ഏറ്റു പറയാൻ സാധിക്കുമോ? അതോ സ്റ്റേജിൽ കയറിയിരിക്കുമ്പം യേശു മറ്റൊരുവൻ ഒരാളെന്ന് പറയുമ്പം മൗനം പാലിച്ചിരിക്കുന്നത് അഭിഷേകമാണോ? പത്രോസ് ചെയ്തതാ. പത്രോസ് മൗനം പാലിച്ചിരുന്നു അവിടെ. അതായത് ആമേൻ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, അവൻ ഒരു വഴി, ഒരുപാട് വഴികളിൽ ഒരു വഴി. കംഫർട്ടബിൾ ക്രിസ്ത്യാനിറ്റി, എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ സത്യം പറഞ്ഞു, അവൻ ഒരു വഴി. അഭിഷേകം ഉണ്ടെങ്കിൽ പറയും ഒരേ ഒരു വഴി, ഏക വഴി യേശു മാത്രം. കാരണം അതാണ് വചനം പറയുന്നത്, അതാണ് ലോകം മുഴുവൻ അറിയേണ്ടത്. തന്റെ ഗുരുവിനെ തള്ളി പറഞ്ഞവനാണ് പത്രോസ് അഭിഷേകം ലഭിക്കുന്നതിന് മുമ്പ്. എന്നാൽ പെന്തക്കോസ്ത കഴിഞ്ഞപ്പം എല്ലാവരും ഉല്ലസിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് ഭാഷാപരത്തിലൊക്കെ പ്രാർത്ഥിച്ചപ്പം കണ്ടു നിന്നവർ പറഞ്ഞു, ഇവർ പുതുവീഞ്ഞ് കുടിച്ചിട്ടാന്ന്. മനുഷ്യന്റെ വിജ്ഞാനം പറയും, ഇന്ന് പുതുവീഞ്ഞ് കുടിച്ചിട്ടല്ല ഇവിടെ തുള്ളിച്ചാടുന്നത്, ഇത് മെസ്മറിസമാണ്. ഇത് ജോസാനത്താനം ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടാ, അല്ലെങ്കിൽ ഇത് മാസ് ഹിപ്നോട്ടിസമാണ്. ഇന്ന് വാക്കുകൾ മാറിയേ ഉള്ളൂ. ഇവിടെ കിടന്ന് ജനങ്ങൾ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ബഹളം വെക്കുമ്പോൾ ഇത് ഹിപ്നോട്ടിസമാണ്. അന്ന് പറഞ്ഞു പുതുവീഞ്ഞാന്ന്. മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ ഈ ഭയന്ന് വിറച്ചിരുന്ന പത്രോസ് ഇപ്പം വേറെ ഒരു പത്രോസായി. അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നത് വീഞ്ഞു കുടിച്ചിട്ടല്ല. ആരും നേരം വെളുത്ത് 9 മണിക്ക് വീഞ്ഞു കുടിക്കാറില്ല. ഇത് പരിശുദ്ധാത്മാവ് യോയേൽ പ്രവാചകനിലൂടെ പറഞ്ഞതാണ്. എന്നിട്ട് പത്രോസ് വചനമെടുത്ത് വായിച്ചു കേൾപ്പിച്ചു. നിങ്ങൾ ക്രൂശിച്ച ആ യേശു ക്രിസ്തു ഇതാ വീണ്ടും ഉത്ഥാനം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ അതിന് സാക്ഷികളാണ്. ആകാശത്തിനു കീഴെ ഭൂമിയില് മനുഷ്യരുടെ മധ്യത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി ദൈവം മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുവിന്റെ നാമമല്ലാതെ. എവിടുന്ന് വന്നു പത്രോസിന് ധൈര്യം? ഇതാണ് അഭിഷേകം. അഭിഷേകം ഉണ്ടെങ്കിൽ ധൈര്യമുണ്ട്. ഹല്ലേലൂയ.